ഇന്ന് നമ്മളിവിടെ സമ്മർ സ്പെഷ്യലായിട്ട് ഒരു മോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വെർജിൻ മൊയ്ത്തോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെർജിൻ മൊയ്ത്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആ നാരങ്ങ ഞാനിവിടെ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു നാരങ്ങ ഫുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം വലിയ ജാർ ഗ്ലാസ് ആണല്ലോ എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ബാക്കി അതിലൊരു സ്ലൈസ് മാത്രം ഞാൻ ഗാർണിഷിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പുതിനേൻ്റെ ഇല ഇട്ടു, പിന്നെ നാരങ്ങ ഇട്ടു. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു വുഡൻ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതിനൊന്ന് കുത്തി കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ രസം എല്ലാം ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ നാരങ്ങ പിഴിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മളിങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ മിൻറ്റ് ലീവ്സിലും ഇതിൻ്റെ ആ ഒരു കുത്തുമ്പോൾ ആ ഒരു ചതവ് പോലെ വന്ന് അതിൻ്റെ ആ ഒരു സത്തെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ ഇത് നോക്കൂ, ഞാൻ നല്ലോണം കുത്തി കൊടുത്തിട്ടുണ്ട്. പിഴിയാതെ തന്നെ ഇപ്പം നല്ലോണം അതിൻ്റെ സിറപ്പെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നല്ലോണം ഇത് വന്നിട്ടുണ്ട്, സിറപ്പെല്ലാം പുറത്തോട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് അതിനൊന്ന് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വിടാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിത് ആ ഗ്ലാസിൻ്റെ ഫുള്ള് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലോട്ട് സോഡ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈം ഇതായിട്ടുള്ള എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ലൈം ബേസസ് ആയിട്ടുള്ള സോഡ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സാധാരണ സോഡയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനതിലോട്ട് കുറച്ചും കൂടെ സോഡ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വെർജിൻ മൊയ്ത്തോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ നാരങ്ങ പാതിയിൽ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്ട്രോ ഇട്ട് കൊടുക്കുകയാണ് ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു മോക്ടെയിലാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.